കോഴിക്കോട് വടകരയിൽ 17-കാരൻ ജീവനൊടുക്കിയത് ആൾക്കൂട്ട വിചാരണയിൽ മനംനൊന്താണെന്ന് കുടുംബത്തിന്റെ ആരോപണം. കോറോത്ത് സ്വദേശി അഭിജിത്തിനെ ലഹരി ഉപയോഗം ആരോപിച്ച് നാട്ടുകാർ മർദ്ദിച്ചെന്നാണ് പരാതി. അഭിജിത്തിന്റെ സുഹൃത്തുക്കൾ ചൊക്ലി പോലീസിൽ നൽകിയ പരാതിയിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അഭിജിത്ത് മരിച്ചത്. ഫോണ് സ്വിച്ച് ഓഫ് ആയപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഫോൺ ഇടയും എന്നാലും പറഞ്ഞ അമ്മ 5-6 ആൾ കൂടിയിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അടിച്ച് മർദ്ദിച്ചിട്ട് എൻ്റെ ഫോൺ വാങ്ങി വെച്ച് എന്താ കാര്യം ചോദിച്ചോനും മനസ്സിലെന്നാന്ന് പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെയാണ് ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ തലക്കും പിന്നെ ഷോൾഡർ അനക്കിക്കൂടാ, തീരെ കഴിയുന്നില്ല, എനിക്ക് എണീച്ച് നടക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ അടിച്ച് എങ്ങനെ ഏതാണെന്നൊന്നും ഏതേട്ടൻ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ എന്തെല്ലോ പറയിപ്പിച്ചിട്ടാണ് എന്നെ ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ വാതിൽ മുട്ടി തുറന്നപ്പോൾ വന്ന് പുറത്തിരുന്ന് എന്നോട് സംസാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ടി തുറക്കുന്നില്ല. ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ പിന്നെ ജനലിൻ്റെ അരിയത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചപ്പോഴാണ് സംഭവം കാണുന്നത്. ഇവൻ തൂങ്ങിയ നിലയെ കാണുന്നത്. ബെൻസൺ ബാബു വിശദാംശങ്ങൾ നൽകും. ബെൻസൺ, ഇത് എന്തൊരു സങ്കടകരമായ കാര്യമാണ് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ. 17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയെയാണ് ഇങ്ങനെ മർദ്ദിച്ച് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്. എന്താണ് പോലീസ് പറയുന്നത്? സനീഷ്, ഈ മാസം 12-ാം തീയതിയാണ് വടകര അഴിയൂര് കോറോത്ത് റോഡ് സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരൻ അഭിജിത്ത് വീട്ടിൽ സ്വയം ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് രാവിലെ അഭിജിത്ത് അമ്മയുമായി സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ട മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും താനും തന്റെ സുഹൃത്തുക്കളും വിധേയരായി എന്ന കാര്യം അഭിജിത്ത് മാതാവിനോട് പറയുന്നത്. ഇങ്ങനെ തന്നെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചു, തന്നെയും സുഹൃത്തുക്കളെയും ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ഉൾപ്പെടെ ചെയ്തു. പക്ഷേ അപ്പോൾ എന്താണ് കാരണം എന്തിനാണ് മർദ്ദിച്ചത് എന്നതിനെ പറ്റി അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ വീട്ടിൽ വെച്ച് സ്വയം ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അഭിജിത്തിന്റെ സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ ചൊക്ലി കണ്ണൂർ ചൊക്ലിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അഴിയൂർ ചൊക്ലി എന്നതെല്ലാം തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ചൊക്ലി പോലീസിൽ അഭിജിത്തിന്റെ സുഹൃത്തുക്കൾ പരാതി നൽകുന്നു. ആ പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്: ലഹരി ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ചൊക്ലി പ്രദേശത്തുണ്ടായിരുന്ന 6-7 ആൾക്കാർ ഈ യുവാക്കളെ മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ ഫോൺ പിടിച്ചു വെക്കുകയും അസത്യം പറയുകയും ഉൾപ്പെടെ ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 6 പേർക്കെതിരെ നിലവിൽ ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അഭിജിത്ത് സ്വയം ജീവനൊടുക്കിയതിൽ അസ്വാഭാവിക മരണത്തിനുള്ള കേസ് വടകരയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രതികളായിട്ടുള്ളത് കണ്ണൂർ സ്വദേശികളായിട്ടുള്ള റിസ്വാൻ, അഭിനവ്, ഷാമിൽ, നസീഫ്, ഷഹബാസ്, മിസ്ഹബ് എന്നിവർക്കെതിരെയാണ് നിലവിൽ ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കേസെടുത്തതിനെ തുടർന്ന് ഈ പ്രതികളായിട്ടുള്ളവരെല്ലാം തന്നെ ഒളിവിൽ പോയിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ നടക്കുന്നുണ്ട്. തൂഫാൻ അടക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെയും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയും അതിൽ മനം നൊന്ത ഒരു യുവാവ് ജീവനൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് അഭിജിത്തിന്റെ മാതാപിതാക്കളടക്കം ഇപ്പോൾ പറയുന്നത്. സനീഷ്.